ഹലോ, സോനയാണ്. മെൻറ്റർ റെപ്രസെൻറ്റിങ് ദ ടീം MJ. നമ്മുടെ ചെറിയൊരു കഥ വരാം. മേ ബി ഈ കഥ നിങ്ങളിൽ ചിലരിലെങ്കിലും ചെറിയ രീതിയിലുള്ള മാറ്റങ്ങൾ കൊണ്ടുവന്നേക്കാം. സോ ലെറ്റ്സ് ബിഗിൻ. ഒരു വീട്ടിൽ ഒരു 80 വയസ്സോളം പ്രായം തോന്നിക്കുന്ന ഒരു വൃദ്ധനായ മനുഷ്യൻ. അദ്ദേഹം സോഫയിലിരുന്ന് ജനലിലൂടെ പുറത്തേക്ക് നോക്കിയിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ അരികിൽ അദ്ദേഹത്തിൻ്റെ 40 വയസ്സ് തോന്നിക്കുന്ന മകനുമുണ്ട്. അങ്ങനെ അവർ രണ്ടുപേരും ഇരിക്കുന്ന സമയത്ത് ഒരു കാക്ക വന്ന് ആ ജനലിനരികത്തിരുന്നു. ആ സമയം ഈ അച്ഛൻ മകനോട് ചോദിച്ചു, മോനെ അതെന്താണ്? ആ മകൻ സാധാരണ പോലെ മറുപടി പറഞ്ഞു, അച്ഛാ അതൊരു കാക്കയാണ്. കുറച്ച് സമയത്തിന് ശേഷം ആ അച്ഛൻ വീണ്ടും ചോദിച്ചു, മോനെ അതെന്താണ്? വീണ്ടും ആ മകൻ മറുപടി നൽകി, അച്ഛാ അതൊരു കാക്കയാണ്. കുറച്ച് സമയത്തിന് ശേഷം മൂന്നാമതും ആ അച്ഛൻ ചോദിച്ചു, മോനെ അതെന്താ? ആ സമയത്ത് മകൻ്റെ ശബ്ദമൊന്നും മാറി, അച്ഛാ ഞാൻ പറഞ്ഞില്ലേ അതൊരു കാക്കയാണെന്ന്. നാലാമതും ആ അച്ഛൻ ചോദിച്ചു, മോനെ അതെന്താണെന്ന്. നാലാമതും ചോദിച്ച സമയത്ത് ആ മകൻ അച്ഛനോട് ദേഷ്യപ്പെട്ടു. അച്ഛനോട് ഞാൻ എത്ര വട്ടായി പറയുന്നു അതൊരു കാക്കയാണെന്ന്, അച്ഛൻ എന്താ പറഞ്ഞാൽ മനസ്സിലാവില്ലേ? എത്ര പ്രാവശ്യമായിട്ട് എന്നോട് ചോദിക്കുന്നു, എന്താ എന്നെ കളിയാക്കാണോ എന്ന രീതിയിൽ മകൻ നല്ല രീതിയിൽ അച്ഛനോട് ഷൗട്ട് ചെയ്തു. ഈ സമയത്ത് ഒന്നും മിണ്ടാതെ അച്ഛൻ തൻ്റെ റൂമിലേക്ക് പോയിട്ട് ഒരു പഴയ ഡയറിയുമായിട്ട് തിരിച്ചു വന്നു. എന്നിട്ട് അതിലൊരു പേജ് എടുത്ത് മകൻ്റെ കയ്യിൽ കൊടുത്തു. എന്നിട്ട് ഇതൊന്ന് എനിക്ക് വായിച്ചു തരുമോ എന്ന് ചോദിച്ചു. മകൻ ഡയറി കയ്യിൽ വാങ്ങി. അതിനുശേഷം വായിക്കാൻ തുടങ്ങി. ഇന്ന് എൻ്റെ മകന് വയസ്സ് 4. ഞാനും അവനും സോഫയിൽ ഇരുന്ന് സംസാരിക്കുന്ന സമയത്ത് ഞങ്ങളുടെ വീടിൻ്റെ ജനലിനരികത്ത് ഒരു കാക്ക വന്നിരുന്നു. അപ്പോൾ എൻ്റെ മോൻ എന്നോട് ചോദിച്ചു, അച്ഛാ അതെന്താ? അപ്പം ഞാൻ പറഞ്ഞു കൊടുത്തു, മോനെ അതൊരു കാക്കയാണ്. അവൻ എന്നോട് വീണ്ടും ചോദിച്ചു, അച്ഛാ അതെന്താ? ഞാൻ പറഞ്ഞു അതൊരു കാക്കയാണ്. അങ്ങനെ അന്നേ ദിവസം 22 തവണ അവൻ എന്നോട് ചോദിച്ചു അതെന്താണെന്ന്. ഓരോ തവണയും ഞാൻ മറുപടി നൽകി അതൊരു കാക്കയാണ്. കാരണം അവനുമായിട്ടുള്ള ഓരോ നിമിഷങ്ങളും ഞാൻ ആസ്വദിച്ചിരുന്നു. ഞാൻ എൻ്റെ മകനെ അത്രമേൽ ഇഷ്ടപ്പെട്ടിരുന്നു. അത് വായിച്ച് തീർന്ന സമയം ആ മകൻ്റെ കണ്ണുനീര് ആ പുസ്തകത്തിൽ വന്നു പതിച്ചു. ശേഷം മകൻ ആ അച്ഛൻ്റെ മുഖത്ത് നോക്കുന്ന സമയത്ത് ഒരു ചെറു പുഞ്ചിരിയോടെ ആ അച്ഛൻ ആ മകനെ നോക്കിയിരിക്കുകയാണ്. ഈ സമയത്ത് എന്തോ പറയണം എന്നറിയാതെ ആ മകൻ നേരെ പോയി അച്ഛനെ കെട്ടിപ്പിടിക്കുകയാണ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിക്കേ, നമ്മൾക്ക് വേണ്ടിയിട്ട് അവരുടെ ജീവിതം മൊത്തം ഒഴിഞ്ഞു വെച്ച 2 പേരാണ് നമ്മുടെ മാതാപിതാക്കൾ എന്ന് പറയുന്നത്. അവരുടെ അവസാന കാലത്ത് നമ്മുടെ ഓരോ വാക്കുകളാണ് അല്ലെങ്കിൽ നമ്മുടെ ഓരോ പ്രവൃത്തികളാണ് അവരിൽ സന്തോഷം ഉണ്ടാക്കുക. ആ സമയത്ത് നമ്മളെന്താ ചെയ്യുന്നത്? അവരെ ഒരു ബാധ്യതയായി കണ്ടിട്ട് അവർ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും തെറ്റ് കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. അവർ നമുക്ക് നൽകിയ സ്നേഹത്തിൻ്റെ ഒരംശമെങ്കിലും നമുക്ക് തിരിച്ചു കൊടുക്കാൻ സാധിക്കുന്നുണ്ടോ എന്ന് എല്ലാവരും ഒന്ന് ചിന്തിക്കുക. മനസ്സറിഞ്ഞ് നമ്മുടെ പാരൻസിനെ സ്നേഹിക്കാൻ ശ്രമിക്കുക. സോ താങ്ക് യു.